ഹലോ ഫ്രണ്ട്സ്, വീണ്ടും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാനും മിസ്റ്റർ സജീറും കൂടിയിട്ട് ഹായ് പറയടാ. ഹായ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെറിയൊരു പണിയായിട്ട് ഇങ്ങനെ ഷാർജയിലേക്ക് ഇറങ്ങി. ഷാർജയിൽ ഇങ്ങനെ നമ്മൾ അജ്മാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിചാരിച്ചു എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുതിയ വീഡിയോയുമായിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ്. സജീറും എന്നത്തെയും പോലെ നമുക്ക് നോർമൽ ഒരു വർക്കുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങോട്ട് വന്നതാണ് ഷാർജയിലോട്ട്. യുടെ നാഷണൽ ഡേ ഒക്കെ കഴിഞ്ഞ് നാഷണൽ ഡേയിൽ നമ്മൾ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലേ? വീഡിയോ ഒന്നും ഇട്ടില്ല. വീഡിയോ ഇടാനുള്ള സിറ്റുവേഷൻ അല്ല. വീഡിയോ ചിലപ്പോൾ ഒരു ചെറിയ ഷേക്ക് ഉണ്ടാവുക. കാര്യം വെച്ചാൽ നമ്മൾ വണ്ടിയുടെ ടയറിന് ചെറിയ പ്രശ്നമുണ്ട്, ഒരു വൈബ്രേഷൻ ഉണ്ട്, അതിൻ്റെ ഒരു ചെറിയ ഉലുക്കമുണ്ട്. ഓക്കെ, എന്നാലും അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടൊന്ന് നാഷണൽ ഡേക്ക് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ കാര്യം അവൻ്റെ മൊബൈലിലും ബാറ്ററി ഇല്ല, ചാർജില്ല, എൻ്റെ മൊബൈലിലും ചാർജ് ഇല്ല. അപ്പോൾ പിന്നെ ആകെ വീഡിയോ കറക്റ്റ് കിട്ടേയില്ല. പിന്നെ അതിൻ്റെ ഫയർ വർക്കിൻ്റെ ഒരു ചെറിയ വീഡിയോ മാത്രം ഞാൻ ഷോർട്സ് ആയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം, അതൊക്കെ കണ്ട് എല്ലാവരും സഹകരിക്കണം നമ്മളെ വീഡിയോയ്ക്ക്. ഓക്കെ, ഞാൻ സജീർ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ തമ്മിലൊരു ബെറ്റ് വെച്ചെന്ന് പറഞ്ഞാൽ റോഡ് മാർക്ക് ഉണ്ടല്ലോ, നമ്മളെ ഈ റോഡിൽ വരുന്ന മാർക്ക്. അപ്പം ഈ മാർക്ക് സജീർ പറഞ്ഞ് ഏതാണ്, അതായത് 6 ആക്ക് ആയിട്ടുള്ള ലൈനാണ് അത്. കൂടുതലും ഞാൻ സിഗ്നലുകളിലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബെറ്റ് വെച്ചിങ്ങനെ, അതായത് അവൻ പറഞ്ഞ ആ ഒരു സിഗ്നലിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ, അവൻ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല, അജ്മാനിൽ ഒരുവിധമുള്ള എല്ലാ സിഗ്നലുകളിലും ആ മാർക്കുണ്ട്. അങ്ങനെ ഇപ്പം ബെറ്റ് പ്രകാരം, ബെറ്റെന്ന് പറഞ്ഞ ഒരു ബിരിയാണി വേറെ ഒന്നുമില്ല കേട്ടോ, നമ്മൾ ചെറിയ ബെറ്റാണ്. അപ്പോൾ അത് പ്രകാരം നമ്മളിങ്ങനെ പോവാണ്. അപ്പം ഈ ഒരു സിഗ്നലിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അവൻ പറഞ്ഞ് ഇതിലില്ലാന്ന്. അപ്പോൾ ഞാൻ സിഗ്നൽ കാണിച്ചു തരാം. അവിടെ ഈ സിഗ്നലിൽ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. സജീർ പറഞ്ഞ് ഈ സിഗ്നലിൽ ഇല്ല എന്നാ പറഞ്ഞ. നോക്ക്, ലാസ്റ്റ് ട്രാക്ക് പിടിച്ചോ. കണ്ട 6 ആക്ക് ലൈൻ കണ്ട, ഈ ലൈൻ നോക്കുള്ളൂ, നിങ്ങൾ നോക്കിയോ. ഈ 6 ആക്ക് ലൈന് ഒരു സിഗ്നല്, ഞാൻ 3 സിഗ്നലേ പറഞ്ഞിട്ടുള്ളേ സജീറ. അപ്പൊ ഒരു സിഗ്നല് റെഡി ആയിട്ടുണ്ട് സജീറ. 2 സിഗ്നല്, അടുത്ത ഒരു സിഗ്നല് വരുന്നുണ്ട്. അപ്പൊ അതിലും ഉണ്ട്. പിന്നെ ഒരെണ്ണം കൂടെ കാണിച്ചു, അതും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബിരിയാണി റെഡി. ഒരു മട്ടൻ ബിരിയാണി സജീർ ചിക്കൻ ബിരിയാണി അതൊന്നും പറയാൻ പറ്റില്ല. സജീർ അതിലുള്ള ഒരു സിഗ്നലിൽ മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് എന്തിനുള്ളതാണെന്ന് എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് തോന്നുന്നു അതിന്റെ റൂള് വെച്ചിട്ട് അതുകൊണ്ട് മീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ലൈനുകളിൽ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണെന്നാണ് ഞാൻ സജീറിനോട് പറഞ്ഞു കൊടുത്ത. അതായത് ആ സെന്റർ ലൈനിൽ തന്നെ നമ്മൾ നിൽക്കണം. ആ ലൈനിൽ ഒരു കാരണവശാലും കയറ്റി നിർത്താനോ ടച്ച് ചെയ്ത് നിർത്താനോ പാടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു. ഈ സിഗ്നൽ നേരെ പോകും. ഞാൻ കാണണ്ടേ 3 സിഗ്നല്. ഇതാണ്ട ഈ സിഗ്നലിൽ നോക്ക്, സിഗ്നലാണ്. ഈ രണ്ടാമത്തെ സിഗ്നലിൽ ഞാൻ കാണിച്ചു തരാം. മൂവ് ആവുമ്പോഴത്തേക്ക് കാട്ടിത്തരാം. ഈ റൂട്ട് ഞാൻ അങ്ങനെ വരലൊന്നുമില്ല. പക്ഷെ എനിക്കറിയാം അജ്മാനിലുള്ള ഒട്ടുമിക്ക സിഗ്നലുകളിലും ഈ 6 ആക്ക് ലൈൻ ഉണ്ടാണ്ട്. ഈ 6 ആക്ക് ലൈൻ കാണുന്നുണ്ടെങ്കിൽ ഇത് ഈ 6 ആക്ക് ലൈൻ ഒരുവിധമുള്ള എല്ലാ സിഗ്നലുകളിലും ഉണ്ട്. സജീറിന്റെ മുഖം ഒന്ന് നോക്കാം. സജീറ മുഖം ഒന്ന് കാണിക്കും മോനെ, ഒന്ന് മുഖം. വല്ല KFCയാ, വല്ല അൽഫാമാ, ഷവായിയാ, അങ്ങനെ നല്ല മന്തി ബിരിയാണിയൊക്കെ ഒഴിച്ച് ഞാൻ ചെയ്യാറുള്ളായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു ഇവിടെ നമ്മൾ കാണാത്ത തന്നെ ഒരുപാട് സിഗ്നൽ, നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒരുപാട് ലൈനുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടുന്ന് ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത് തരണവർക്ക് നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് വളരെ ഈസിയാണ്. അതുമാത്രമല്ല, ഇവിടെ ഉള്ളവർ എല്ലാവരും അത് ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാ റൂൾസും റെഗുലേഷനും ഒക്കെ ഫോളോയും ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഈ സിഗ്നലിൽ നോക്കിക്കോളണേ, ഈ സിഗ്നലിലില്ല. നേരെ പോണ്ട, റൈറ്റ് എടുത്തോ റൈറ്റ് പോവാം. ഈ സിഗ്നലിലില്ല. ഈ സിഗ്നലില് അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞ കണ്ട നീ പോ. ഓക്കെ, അടുത്ത സിഗ്നൽ ഉണ്ടല്ലോ, ADCBയുടെ സിഗ്നലിൽ നോക്കാമല്ലോ. പോയി ഇല്ലെങ്കിൽ പോണെങ്ങനെ പോകുന്ന വഴിക്ക് ഉണ്ട്. നോക്ക് കണ്ണു തുറന്ന് നോക്കൂ. 6 ആക്ക് ലൈൻ ഇതാ അടക്കണം. അപ്പൊ കൺഫേമേ. ഓക്കെ,
സജീറിന്റെ മുഖം ഒന്നുകൂടെ നോക്കട്ടെ. സജീറെ മുഖം നോക്കട്ടെ. സജീറെ ഒരു മാറ്റമില്ല. അപ്പം ബിരിയാണി കൺഫേം. ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ലഞ്ച് സജീറിന്റെ വക. അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ലൈന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിൽ ടച്ച് ചെയ്യാതെ നിർത്തണം എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതല്ലെന്നുണ്ടെങ്കിൽ അറിയാവുന്നുള്ളവർ കമന്റ് ഇട്ടോണേ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോവാണ്. അപ്പൊ നമ്മള് ഏകദേശം റൂമിൽ എത്താറായിട്ടുണ്ട്. സജീർ പറഞ്ഞ പ്രകാരം എനിക്ക് ബിരിയാണി വാങ്ങാൻ വേണ്ടി ഗ്രിൽ പാർക്കിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് നമ്മളൊരു സുഹൃത്തുണ്ട് മനു, പുള്ളീനെ കൂടെ എടുക്കണം. പുള്ളിക്ക് ഫുഡ് വാങ്ങാണ്ട്. സാധാരണ നമ്മൾ ഫുഡ് റൂമിൽ ഉണ്ടാക്കി കഴിക്കില്ല അല്ലേ സജീറെ? സമയം കിട്ടിയില്ല. ഇന്ന് എനിക്കും ഡ്യൂട്ടിയിലായിരുന്നു, പിന്നെ സജീറിന് വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിന്ന് ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വ്യൂവേഴ്സ് ഒക്കെ കൂടുതൽ കിട്ടുന്നുണ്ട്. വ്യൂവേഴ്സ് എല്ലാം കൂടുതൽ വരുന്നുണ്ട്. നീ എന്റെ ഓടിക്കണ എടാ അവന്റെ ഫുഡ് സാറേ പോയടാ, കഷ്ടോടാ. അയ്യോ, ഒരു ബ്രോഡ് ഫുഡ് കാണത്തില്ല. ഫുഡ് താഴെ പോയി ഗൈസ്. അത് എന്തുകൊണ്ടാണ് കാരണം എന്തെന്ന് അറിയോ? അത് ആഹാര സാധനല്ലേ. ഇവിടെ അത്രത്തോളം ആഹാര സാധനത്തിന് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു ശകലം ഈ വണ്ടി കയറി ഇറങ്ങി പോയില്ലേ, ആഹാര സാധനം അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അത് വാരി മാറ്റി സൈഡിലോട്ട്. അല്ല കഴിക്കാൻ വേണ്ടിയല്ല, അവൻ സൈഡിലോട്ട് വാരി വെക്കണം. നല്ല പൂച്ച അങ്ങനെ കഴിച്ചിട്ട്. ആഹാരത്തിനോടുള്ള റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അതാണ്. ചിലരൊക്കെ എന്തോ ഒരു ആഹാരങ്ങൾ കൊണ്ടുപോയി വേസ്റ്റ് ആക്കും അല്ലേ. ആഹാരങ്ങൾ വേസ്റ്റ് ആക്കുന്നതിനോട് നിനക്ക് എന്താണ് അഭിപ്രായം? എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സംഭവമാണ്. എനിക്കും ആഹാരം വേസ്റ്റ് ആക്കുന്നതിനോട് ഒരു പൊടിക്ക് താല്പര്യമില്ലാത്ത സംഭവം. കാര്യം വെച്ചാൽ ആഹാരം നമ്മൾ ഓരോ വീഡിയോസും ഷോർട്സുകളും ഒക്കെ കാണുന്നല്ലേ. കുറേയൊക്കെ സത്യങ്ങളുണ്ടാവും, കുറേയൊക്കെ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ചെയ്യണുണ്ടാവും. എന്നാലും കൂടുതൽ നമ്മളെ ജനങ്ങളിൽ തന്നെ കൂടുതലും ഒരു നേരത്തെ നല്ല ആഹാരങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഏതെങ്കിലും ആഹാരം കഴിക്കാത്ത ഒരുപാട് ജനങ്ങളുണ്ട്. അവർക്കൊക്കെ ആഹാരങ്ങൾ കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ കഴിച്ച് മതിയായി നല്ല നല്ല ഫുഡുകൾ കൊണ്ട് ഇവിടെ കച്ചറയിൽ തള്ളണം അല്ലേ. അപ്പം അതൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ചെയ്യുന്ന റോങ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് വാങ്ങാനുള്ള സ്ഥലത്തോട്ട് എത്തി. ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഫുഡ് വാങ്ങാൻ പോകുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫുഡ് വാങ്ങുന്നിടം സിഗ്നൽ ഓഫായ ആണ്ടാ. 6 ലൈൻ കണ്ട 4. ഞാൻ വീണ്ടും കാണിച്ചു 4. ഡബിൾ ബിരിയാണി ചതിയാ ചതി. നമ്മൾ ഫുഡ് വാങ്ങാൻ പോകുന്ന സ്ഥലമാണ്. യൂസുഫ് മുബാറക്കിന്റെ സൈഡിൽ ആയിട്ട് അതോടെ അവിടെ ഒരു ഫ്ലാഗ് കാണുന്നുണ്ട്. ഗ്രിൽ പാർക്ക് അവിടെ നിന്നാണ് സജീർ എനിക്ക് സ്പോൺസർ ബിരിയാണി. ഓക്കെ, അപ്പം നമ്മളൊരു ഫ്രണ്ട് ഇവിടെ നിൽപ്പുണ്ട്. അവനെ എടുത്തിട്ട് അവന് വേറെ ഹോട്ടലിൽ, ഒരു ചെറിയ ഹോട്ടലിൽ നിന്നാണ് അവൻ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവന് ഫുഡ് വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ വന്ന് ഫുഡ് വാങ്ങാം. അപ്പോൾ അവിടെ അവിടെ നിൽപ്പുണ്ട്. നോക്കണം സൈഡായിട്ട് നോക്കണം. 2 വരുന്നുണ്ടോ? അവന് വരണം, അവന് ഫുഡ് വാങ്ങിക്കണമായിരിക്കും കേട്ടോ. മനസ്സിലായി. ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ്. അവര് റൂംമേറ്റ്സ് ആണ്. നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യണാണ്. പോലീസിന് മുമ്പ് ചാടണമെങ്കിൽ പണിയും കിട്ടും. മുഖം പൊത്തി വെച്ച് കേറട്ടെ. ഇത് മനു വീഡിയോയിൽ വരും.
നിങ്ങളെവിടെ പോണ്ടേ? എങ്ങോട്ട് പോണ്? മനു എവിടെ പോണു? നീ മുഖം മറക്കണുണ്ട്. മുഖം മറക്കാതിടാ, മുഖം മറക്കാതിടാ. അതും തീടാ മുഖം മറ. മനു എവിടെ പോണ്ടാ? കറങ്ങാനാ? ഞാൻ പറഞ്ഞു ഫുഡ് വാങ്ങിക്കാൻ പോണെന്ന്. മനസ്സിൽ ഫുഡ് വാങ്ങിയാ പോണ? പിന്നെ നീ എവിടെ പോണ? നീ എന്ത് ബിരിയാണി വാങ്ങിക്കണേ? എന്ത് ഫുഡെന്ന് പറഞ്ഞ? ചോറ, നെയ്ച്ചോറോ ഓക്കെ. നിനക്കാ? എനിക്ക് ഫുഡ് ഓൾറെഡി അവിടെ എത്തിയല്ലേ? ബിരിയാണി. ഇന്ന് സജീറും ഞാനും തമ്മിൽ ഒരു ബെറ്റ് വെച്ച്. ബെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡില് 6 ലൈൻ വരെ ഉണ്ടല്ലോ. അപ്പൊ ഒരു സിഗ്നലിൽ സജീർ കണ്ട്. അപ്പൊ സജീർ പറഞ്ഞു ഞാൻ ഇതാ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും കാലം വണ്ടി ഓടിച്ചിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു ഇവിടെ അജ്മാന്റെ എല്ലാം കണ്ടിട്ടുണ്ട്, പക്ഷെ ശ്രദ്ധയിൽ ഞാൻ പെട്ടിട്ടില്ല. നീ കൂടുതലൊന്നും പണയണ്ട. സജീർ അപ്പൊ സജീർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അജ്മാനിലെ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ് അജ്മാനിലെങ്ങും ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല, ആകെ ഈ സിഗ്നലിൽ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു 3 എണ്ണം കാണിച്ചെന്ന് നീ എനിക്ക് എന്തിനും? ഞാൻ ബിരിയാണി വാങ്ങിത്തരും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഞാൻ നേരെ ലുലുവിന്റെ അവിടെ ഉള്ള 3 സിഗ്നലുകായി 4 എണ്ണം കാണിച്ചു കൊടുത്തു. ഇന്ന് ബിരിയാണി നീ പറ്റില്ലേ? നീ പറ്റില്ല, നീ പറ്റില്ല. ഗൈസ്, അപ്പൊ നമ്മുടെ സജീർ ഒന്നും മിണ്ടാടാന്ന് വീഡിയോ എടുക്കരുത്. സജീർ നമുക്കുള്ള ബിരിയാണി വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ബെറ്റ് വെച്ചത് അവ അതുപോലെ പാലിച്ചു, പാലിച്ചു. മനു നിനക്ക് ഫുഡ് കിട്ടി? ഓക്കെ, ചിക്കൻ ബിരിയാണി. അപ്പൊ നമ്മള് നേരെ റൂമിലേക്ക് പോകണം. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം. ബൈ ബൈ. എടാ ലൈക്ക് സബ്സ്ക്രൈബ് പറയടാ, നിങ്ങളെങ്കിലും പറഞ്ഞ അവരൊന്ന് കേക്കട്ടെ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, ലൈക്ക് അടിക്കുക. ഓക്കെ. ചെറുക്കൻ എന്തിനാ? ചെറുക്കൻ അവിവാഹിതനാണ്. അത് പൊരാറിഞ്ഞിരിക്കണാണ്. സമയമാകുമ്പോ ഞാൻ അറിയിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.